ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വിശുദ്ധ വിയാനി പുണ്യാളന്റെ തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി. പുരോഹിതനായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെയും മനുഷ്യരുടെയും നടുവിൽ ഒരു മധ്യസ്ഥനായിരിക്കുക എന്നുള്ളതാണ്. മിശിഹ പിതാവായ ദൈവത്തിന്റെയും പാപികളായ മനുഷ്യരുടെയും നടുവിൽ ഒരു യഥാർത്ഥ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ മിശിഹായുടെ ശുശ്രൂഷാ പൗരോഹിത്യത്തെ അനുഗമിക്കുന്ന ഏതൊരു പുരോഹിതനും യഥാർത്ഥത്തിൽ പാപികളായ മനുഷ്യരുടെ ഹൃദയം ദൈവത്തിന്റെ തിരുമുൻപിൽ ഉയർത്തുന്നവനും, പരിശുദ്ധനായ ദൈവം പാപികളായ മനുഷ്യരോട് കരുണാർദ്രമായ ഹൃദയത്തോടെ നോക്കിക്കാണുന്നത് പോലെ തന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ കാരുണ്യമുള്ള ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പാപം ചെയ്ത് പുണ്യത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ഹൃദയകാരുണ്യത്തോടെ പെരുമാറുകയെന്ന ഉന്നതമായ വിളിയിൽ വിളിക്കപ്പെട്ടവരാണ്. വൈദികരുടെ മധ്യസ്ഥനാവുക എന്നത് തിരുസഭയിൽ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ ഏറെ ആദരിക്കാൻ പറ്റുന്ന ഉന്നതമായ ഒരു സ്ഥാനമാണ്. ദൈവം അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ അത്രത്തോളം മഹത്വപ്പെടുത്തി. തീർച്ചയായും എല്ലാ വൈദികർക്കും വിശുദ്ധ ജോൺ മരിയ വിയാനി ഒരു നല്ല മാതൃകയാണ്. മനുഷ്യമക്കൾ എപ്പോഴും തെറ്റിൽ വീഴാനുള്ള സാധ്യതകളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിന്റെ ശക്തമായ കരുത്തിന്റെ കീഴെ താഴ്മയോടെ തന്നെ സമർപ്പിക്കുമ്പോഴൊക്കെ പരിശുദ്ധനായ ദൈവത്തിന്റെ ശക്തി കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്ത് മുന്നേറാൻ ശേഷിയുള്ളവരും വൈദികരായ നമ്മുടെ അനേകം വിശുദ്ധാത്മാക്കൾ തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന്റെ കരുണാർദ്രമായ ഹൃദയത്തോടെ നോക്കിക്കാണുന്നവരും വലിയ ഒരു അഭിഷേകം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ശുശ്രൂഷ പൗരോഹിത്യത്തിലായിരിക്കുന്നവർ നേരിടുന്ന വെല്ലുവിളികളിൽ സ്നേഹവും കാരുണ്യവും വിശ്വസ്തതയും അനുകമ്പയും എല്ലാവിധ നന്മകളും ഈ ലോകത്തിന്റെ സാഹചര്യങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ ചോദ്യചിഹ്നങ്ങളായി മാറിപ്പോകാറുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ കൃപയ്ക്ക് ചേർന്ന വിധം യാത്ര ചെയ്ത വിശുദ്ധ ജോൺ മരിയ വിയാനിയെ മധ്യസ്ഥതയാൽ ലോകം മുഴുവനുമുള്ള എല്ലാ വൈദികർക്കും തങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ ഹൃദയത്തോട് ഒന്നാക്കി തീർക്കുവാനായിട്ടുള്ള വിളി ലഭിക്കട്ടെ എന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് ഇവരെല്ലാവരും വിശുദ്ധ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ വൈദികർക്കും ലോകം മുഴുവനും ശുശ്രൂഷകളിലൂടെ ഈശോയെ പങ്കുവെച്ച് നൽകാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തിലെല്ലാം നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായവും നമ്മുടെ പ്രാർത്ഥനകളാണ്. എല്ലാ വൈദികർക്കും അവരുടെ ഏത് സ്ഥിതികളിലെ ഒറ്റപ്പെടലുകളിലാണെങ്കിലും ഞെരുക്കങ്ങളിലാണെങ്കിലും അസഹനീയമായ സാഹചര്യങ്ങളിലാണെങ്കിലും അവരുടെ ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഏൽക്കുന്ന മുറിവുകളിൽ ആണെങ്കിലും എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. അനുദിനം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ലോകം മുഴുവനുമുള്ള എല്ലാ വൈദികരെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. കാരണം പരിശുദ്ധ ശരീരത്തെയും പരിശുദ്ധ രക്തത്തെയും നമുക്കായി പങ്കുവെച്ച് നൽകുന്ന ദൈവം തിരഞ്ഞെടുത്ത അവരുടെ സവിശേഷമായ ആ വിളിയെ നമ്മൾ ഏറെ സ്നേഹത്തോടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. യൗവനത്തിന്റെ നാളുകളിൽ കുടുംബ ബന്ധങ്ങളെയും കൂട്ടുകാരെയും ഉപേക്ഷിച്ച് നിത്യപുരോഹിതനായ ഈശോയെ ജീവിതാവസാനം വരെ സ്വന്തമായി സ്വീകരിച്ചവരാണ് ഓരോ വൈദികനും. ചോരച്ചാല് കീറി ഒഴുകുന്ന ശരീരവും തലയോട് പിളർന്നിറങ്ങുന്ന ഒരു മുൾക്കിരീടവുമായി അവർ യാത്ര തിരിച്ചു. കൗമാരത്തിന്റെ നിമിഷങ്ങളിൽ മിശിഹായുടെ കൈകോർത്തിറങ്ങി ഒരു യാത്ര, അവനൊപ്പം ഒരു യാത്ര. അവസാന ശ്വാസത്തോളം നാം കാണുന്ന ഓരോ പുരോഹിതനു മുന്നിലും ഇങ്ങനെയൊരു ചരിത്രമുണ്ട്. അതെ, കാസയിലെ ഒരു തുള്ളി മുന്തിരിച്ചാറിൽ 1000 സ്നേഹത്തിരമാലകൾ ചിന്നിച്ചിതറുന്ന പ്രണയത്തിന്റെ കടലിരമ്പമുണ്ട്. കരങ്ങളിലെ ഒരു നുറുക്കപ്പ കഷ്ണത്തിൽ കാൽവരിയിൽ താളം ചവിട്ടി നിലച്ച മുറിവേറ്റ ഒരു ഹൃദയവും. ജോൺ മരിയ വിയാനി തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരായുസ് മുഴുവൻ നസ്രായനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഓരോ പുരോഹിതനു വേണ്ടിയും. പ്രത്യേകിച്ച് ഓഷ്യൻ സ്റ്റാർ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട വൈദികർക്കും ഏറ്റവും സ്നേഹത്തോടെ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. എന്നെ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഓഷ്യൻ സ്റ്റാർ കുടുംബത്തിൽ നിന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആശംസകൾ നേരുകയും ചെയ്യുന്നു.